എന്തായാലും നമ്മുടെ വിക്കറ്റ് തെറിച്ചു അല്ലേടാ. ഗ്രൗണ്ടിലേ കയറ്റിയില്ല. ഗ്രൗണ്ടിന് പുറത്തിരുന്ന് എങ്ങനെ വിക്കറ്റ് എറിക്കും? അങ്ങനെ അണിയറയിൽ നിന്നാ മാത്രം പോരാ, രണ്ടുപേരും അകത്തേക്ക് വരണം. ആദ്യം ഇരിക്കേ. ഏയ് വേണ്ടങ്ങൾ. ഇരിക്കുമോളെ. ഇരിക്കരുതോ? വാ ഇരിക്ക. ഈ പ്രസ്ഥാനം ഇപ്പൊ ഇങ്ങനെ ജീവൻ വെച്ചത് മോളൊരാളുടെ കഴിവുകൊണ്ട് മാത്രമാണ്. നീ ഇരിക്കുമോളെ. ബഹുമാനമൊക്കെ ഓക്കെ, പക്ഷെ എപ്പോഴും അച്ഛന്റെ മുമ്പിൽ ഇങ്ങനെ നിൽക്കണമെന്നില്ല. ഇനി നിന്നോടുള്ള ബഹുമാനം കൊണ്ടായിരിക്കും അവൾ ഇരിക്കാത്തത്. അവളോട് ഇരിക്കാൻ പറടാ. അയ്യോ, എന്നോടുള്ള ബഹുമാനം കൊണ്ടൊന്നും അല്ല. ഇതെന്താടാ, ഹാസ്യകലാ പരിപാടിയോ അതോ പാർട്ടി ഡിസ്കഷനോ? എന്ത് തേങ്ങെങ്കിലും ആവട്ടെ, നമ്മളെന്തിനാ അവന്മാരെ വായി നോക്കി ഇങ്ങനെ നിൽക്കുന്നേ? എടാ, കാര്യം എന്താണെന്ന് അറിയാലോ. ഓർമ്മ സാറേ, രാജുവിന്റെ അണിയറ ശില്പിയായ അണികളിൽ ഒരാളാണെന്ന് പറഞ്ഞു കഴിഞ്ഞു. ഈ ഋതുമോൾ എന്താ ഡിസ്റ്റൻസ് കീപ്പ് ചെയ്ത് നിൽക്കുന്നത്? ഒരു വെളിപ്പാടകലെ. ഒത്തിരി കാര്യങ്ങളിൽ ഋതുമോളുടെ അഡ്വൈസ് ആവശ്യമുണ്ട്. അതിൽ ഞങ്ങൾക്കാർക്കും ഒരു ഈഗോയും ഇല്ല. പെരുന്തച്ചൻ കോംപ്ലക്സ് ഉള്ളവരൊന്നും അല്ലേ ഞങ്ങള്. അതെ, ആരുടെ ബുദ്ധിയും സർഗശേഷിയും നമ്മൾ സംഭാവനയും സ്വീകരിക്കും. ടിക്കറ്റ് ഇല്ലാതെ കയറിയ കാണികളെ പോലെ നമ്മളെന്തിനാ ഇങ്ങനെ നോക്കി നിൽക്കുന്നത്? നിക്കടാ, നമുക്കേ VIP പാസ് ഉണ്ടെന്ന് കരുതിയാ മതി. പള്ളിപ്പുറം നിയോജകമണ്ഡലം, അവിടെ നമ്മുടെ ആര് തന്നാലും ജയിക്കും. അത് നമ്മുടെ ഷുവർ സീറ്റാ. അവിടെ നമുക്ക് ഋതുമോളെ ഒന്ന് നിർത്തി മത്സരിപ്പിച്ചാലോ? അയ്യോ, ഞാനില്ല. അതെന്താ? തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ ഞാനില്ല അങ്കിള്. അങ്ങനെ പറയരുത്. വർമ്മ സാർ എന്താ ഒന്നും ഇണ്ടാത്തത്? തെരഞ്ഞെടുപ്പിൽ മത്സരിക്കണോ വേണ്ടെന്ന് തീരുമാനിക്കേണ്ടത് ഇവളല്ലേ സദാശിവൻ സാറേ. എനിക്കിവൾ മത്സരിക്കുന്നതിൽ അഭിമാനവും സന്തോഷമേ ഉള്ളൂ. പക്ഷേ തീരുമാനം അവളുടേതല്ലേ. തെരഞ്ഞെടുപ്പ് വിജയത്തിന്റെ ചുക്കാൻ പിടിക്കുന്ന കമ്മിറ്റിയില് ഞാനും ഉണ്ടാവും, ഒന്നാം നിരയിൽ തന്നെ. ഈ മുന്നണിയെ നമ്മൾ വിജയിപ്പിക്കും. ഈ മുന്നണി അധികാരത്തിലും കയറും. പക്ഷേ മത്സരിക്കാൻ ഞാനില്ല. എന്നെ ആരും നിർബന്ധിക്കരുത് പ്ലീസ്. ഇവനിട്ട് ബോംബ് വയ്ക്കാൻ നോക്കിയ ആ സമയത്തെ ആ ആനന്ദം പിള്ളക്കിട്ട് ബോംബ് വെച്ചാൽ മതിയായിരുന്നു. ആ ബോംബെങ്കിലേ ആനന്ദൻ ചിതറി തെറിക്കുമായിരുന്നു. അവനെ കൊന്ന കുറ്റത്തിന് ഇവൻ ജീവപര്യന്തം ശിക്ഷ അനുഭവിച്ച് ജയിലിലും ആയനെ. ഇടയ്ക്കിടയ്ക്ക് ഇവനെ ജയിലിൽ പോയി കാണുന്നതിന്റെ സുഖം അതൊന്ന് വേറെ തന്നെയാണ്. അതെ, അത് ചെയ്തിരുന്നെങ്കിൽ നമുക്കിന്ന് ഈ ഗതി വരില്ലായിരുന്നു. പോയ ബുദ്ധി ഇനി ആന പിടിച്ചാലും കിട്ടില്ലല്ലോ. നീ വാ.